തുടരുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം കോടതിയിൽ സമർപ്പിക്കാൻ ഒരുങ്ങി സർക്കാർ. ഈ മാസം 9-ന് മുൻപ് തന്നെ റിപ്പോർട്ട് സമർപ്പിക്കും. കോടതി ഉത്തരവിനെതിരെ അപ്പീൽ പോകരുതെന്ന് അഡ്വക്കേറ്റ് ജനറൽ സർക്കാരിന് നിയമോപദേശം നൽകിയിരിക്കുന്നു. കോടതി നിർദ്ദേശപ്രകാരമായിരിക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തുടർ നടപടികൾ സ്വീകരിക്കുക. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. അനന്തൻ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വലിയ കോളിളക്കം തന്നെ തുടർച്ചയെന്നോണം സംസ്ഥാനത്ത് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനിടയിലാണ് ഈ പൂർണ്ണ രൂപം സമർപ്പിക്കാനുള്ള സർക്കാർ നീക്കം. പറയൂ. അക്ഷയ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കപ്പെട്ടിട്ട് 4 വർഷത്തിലധികമായി. അതിൽ ഒരു നടപടിയും എടുത്തില്ല എന്നുള്ള പഴി സർക്കാരിന് കേൾക്കേണ്ടി വന്നു. ഒടുവിൽ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് പ്രകാരം ആ റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് ലഭിക്കുകയും അത് പുറംലോകം അറിയുകയും ചെയ്തു. ആ സമയത്തും ഹർജിക്കാർക്ക് അനുകൂലമായ ഒരു സ്റ്റാൻഡ് സർക്കാർ എടുത്തു എന്നുള്ള ആരോപണവും ഉയർന്നിരുന്നു. ഏതായാലും പിന്നീട് കോടതി ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം 10-ാം തീയതി സമർപ്പിക്കണമെന്നുള്ളൊരു ആവശ്യം, ഒരു ഉത്തരവ് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് സർക്കാർ നിയമോപദേശം തേടിയത്. അഡ്വക്കേറ്റ് ജനറൽ നൽകിയിരിക്കുന്ന നിയമോപദേശം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കോടതിയിലേക്ക് സമർപ്പിക്കുക തന്നെ വേണം എന്നാണ്. അതും അതിലെ നിർണായക മൊഴികൾ അടക്കമുള്ള പൂർണ്ണ രൂപത്തിൽ തന്നെ സമർപ്പിക്കണം എന്നാണ് നിയമോപദേശം ലഭിച്ചിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഒരു കാരണവശാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള അപ്പീലിന് സർക്കാർ പോകരുത് എന്നുള്ള നിയമോപദേശവുമുണ്ട്. ഈ നിയമോപദേശം അപ്പാടെ അനുസരിക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം. അതുകൊണ്ട് 10-ാം തീയതിയാണ് കോടതി ഈ റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പക്ഷേ 9-ാം തീയതിക്ക് മുൻപ് തന്നെ ഈ റിപ്പോർട്ട് പൂർണ്ണ രൂപത്തിൽ കോടതിയിലേക്ക് സമർപ്പിക്കാനാണ് സർക്കാരിൻ്റെ ഇപ്പോഴത്തെ തീരുമാനം. അതിൻ്റെ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഇനിയുള്ള സർക്കാരിൻ്റെ നടപടികൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നൽകുന്ന നിർദ്ദേശം അനുസരിച്ചാകും എന്നൊരു സത്യവാങ്മൂലം കൂടി ഹൈക്കോടതിയിൽ സമർപ്പിക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനൊപ്പം നിലവിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ കുറേയധികം വെളിപ്പെടുത്തലുകൾ ഉണ്ടായി. ആ വെളിപ്പെടുത്തലുകൾ അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ പോലീസ് സംഘത്തെ സർക്കാർ നിയോഗിച്ചു. അപ്പോൾ ആ പുതിയ വന്ന പരാതികൾ, അതുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം എടുത്തിരിക്കുന്ന കേസുകളുടെ നടപടികൾ, ഇതടക്കം റിപ്പോർട്ടുകൾ കോടതിയിൽ സമർപ്പിക്കും. അതിനൊപ്പം തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4 വർഷം മുമ്പ് ലഭിച്ച ശേഷം എന്തൊക്കെ നടപടികൾ, ഹേമ കമ്മിറ്റിയുടെ ശുപാർശയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നടപടികൾ സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്, അതായത് നിയമനിർമ്മാണം